ഹായ്, ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് ഫുള്ളി സോളിഡ് ബ്രിക്സ് സിമെൻറ്റ് ബ്രിക്സിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഈ ഒരു ബ്രിക്സ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി മെറ്റൽ എംസാൻഡ് പ്ലസ് സിമെൻറ്റ് കൊണ്ടാണ് ഈ ഒരു ബ്രിക്സ് നിർമ്മിച്ചിരിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പൊട്ടൻ എന്താ ഞങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവില്ല എന്ന ഉപ്പ് നിങ്ങളെ മനസ്സിലുള്ളത്. എന്നാൽ അങ്ങനെയല്ല. എന്നെപ്പോലത്തെ ഒരുപാട് പൊട്ടന്മാർ ഈ കേരളത്തിലുണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അതിനൊരു ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിതൊരു മിക്സിംഗ് വീഡിയോ ആക്കിയിട്ട് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് മനോജ്. എൻ്റെ കമ്പനിയുടെ പേര് ലേന കൺസ്ട്രക്ഷൻ എന്നാണ്. ഞങ്ങൾ വീട് നിർമ്മിക്കുന്ന രീതി ഭിത്തി ഉൾപ്പെടെ കോൺക്രീറ്റിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഫുള്ളി കോൺക്രീറ്റിൽ നിർമ്മിക്കുന്ന സമയത്ത് ആ വീട്ടിൽ പഴം പുഴുങ്ങാനും അൽഫാം വേവിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പൊട്ടന്മാർ കമൻറ്റ് ഇടാറുണ്ട്. അതാ ഞാൻ പറഞ്ഞു എന്നെപ്പോലത്തെ ഒരുപാട് പൊട്ടന്മാർ കേരളത്തിൽ വേറെയും ഉണ്ടെന്ന്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നിർമ്മിക്കുന്ന വീടാണ്. ഞങ്ങളുടെ ഭിത്തി ഉൾപ്പെടെ ഇതുമാതിരിയാണ് കോൺക്രീറ്റിൽ ഞങ്ങൾ നിർമ്മിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ സൈറ്റിൽ കാണുന്ന ഇതേ മെറ്റീരിയൽ, അതായത് എംസാൻഡ് മെറ്റൽ 3/4 ഇഞ്ച് ബോളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൽ സിമെൻറ്റും. പിന്നെ നമ്മളതിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് വെള്ളമാണ്. ഇത് നാലും പാടെ കൂട്ടിയിട്ട് കുഴക്കുന്ന സമയത്ത് ഒരു മിശ്രിതം ഉണ്ടാവില്ല. നമ്മൾ സിനിമ നടൻ ബേസിൽ പറയുകയാണെങ്കിൽ ശരിക്കും അത് കാണുന്ന സമയത്ത് നമുക്ക് തിന്നാൻ തോന്നും. പക്ഷേ ഞങ്ങൾ അങ്ങനെ നാലും പാടെ കൂട്ടി കുഴക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അതിനൊരു കണക്കുണ്ട്. ഒരു ചട്ടി സിമെന്റിന് 1.5 ചട്ടി മണൽ, 3 ചട്ടി മെറ്റൽ. പിന്നെ വെള്ളത്തിന്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 ലിറ്റർ വരെ ആവാം. ഒരു ചാക്ക് സിമെന്റിന് 20 to 25 ലിറ്റർ വെള്ളം എന്നാണ് M20 ഗ്രേഡിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഈ M20 ഗ്രേഡിൽ തന്നെ കേട്ടോ ഇപ്പോൾ ഇന്ന് നിലവിൽ കേരളത്തിലെ എല്ലാ വീടിൻ്റെയും മെയിൻ സ്ലാബിന്റെ കോൺക്രീറ്റ് സ്ലാബുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ചുമര് വെക്കുമ്പോഴുള്ള വേറൊരു വ്യത്യാസം എന്താ വെച്ചാൽ ഈ ചുമര് വെക്കുന്ന സമയത്ത് ഞങ്ങൾ മാനുവലിയാണ് ഇത് മിക്സിങ് ചെയ്യണത്. ആ മിക്സിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ കറക്റ്റായിട്ട് തൂക്കി അളന്നിടാനൊന്നും പറ്റില്ല. നോർമൽ നമ്മൾ ഈ ഒരു റേഷ്യോ പ്രകാരം ചെയ്യണ സമയത്ത് 1 മില്ലി 2 മില്ലി അല്ലെങ്കിൽ 100 ഗ്രാമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ ഞങ്ങളിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പറയാം, എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് പഴം മുഴുങ്ങാനും അൽഫാം വേവിക്കാനെന്ന് പറയുന്ന പൊട്ടന്മാരും അതുപോലെ തന്നെ കോൺക്രീറ്റിൽ വീട് നിർമ്മിച്ചാൽ ചൂട് കൂടുതലാണെന്ന് പറയുന്ന വിരുദ്ധന്മാർ, ഇവർക്ക് എവിടെ നിന്നാണ് ഈ ഒരു ഐഡിയോളജി കിട്ടുന്നത്? അതോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി സോളിഡ് ബ്രിക്സിൽ ഉപയോഗിക്കുന്ന റേഷ്യോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ടാണോ? ഇപ്പം നിങ്ങൾ കാണുന്ന ഞാൻ നിർമ്മിച്ച ഈ ഒരു വീടും മുമ്പേ ഞാൻ കാണിച്ചു തന്ന സോളിഡ് ബ്രിക്സിൽ ചെയ്ത വീടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. കാരണം ഞാൻ നിർമ്മിച്ച വീടിനകത്ത് കമ്പികൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് തന്നെയാണോ ചൂട് കൂടാനുള്ള മെയിൻ റീസൺ? നമ്മൾ കമ്പികൾ വീടിൻ്റെ ഭിത്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീടിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനാണ് കേട്ടോ, അല്ലാണ്ട് ചൂട് കൂട്ടാനല്ലേ. ഒരു പൊട്ടൻ വേറെ കുറേ പൊട്ടന്മാരെ ഇരുന്ന് നന്നാക്കാൻ വേണ്ടിയൊന്നല്ല കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ മനസ്സിൽ നമ്മുടെ നാട്ടിലെ ഇന്നത്തെ കൺസ്ട്രക്ഷൻ രീതിയെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഉത്തരം കൂടി നിങ്ങൾ എനിക്ക് തരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഞാൻ ഈ പൊട്ടന്മാരെന്ന് പറയുന്നത് കൊണ്ട് ആർക്കും സങ്കടം വേണ്ട കേട്ടോ. എന്നെ കമൻറ്റിലൂടെ വിളിക്കുന്ന പേര് എനിക്ക് ഈ വീഡിയോയിൽ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എന്നെ ഉൾപ്പെടെ പൊട്ടന്മാർ എന്ന് വിലയിരുത്തിയത്. നമ്മുടെ നാട്ടിൽ വീടുകളും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളും പണിയാം ഏറ്റവും യോഗ്യൻ ആരാണെന്ന് ഒരാളോട് ചോദിച്ചാൽ ആ ആൾ ആദ്യം പറയുന്ന പേര് എഞ്ചിനീയർ, അല്ലാന്നുണ്ടെങ്കിൽ ആർക്കിടെക്ട്. ശരിക്കും ഇവർ രണ്ടുപേരും മതിയോ വീട് പണിയാൻ? ആ വീട് പണിയാൻ ഒരു വലിയ വീടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ കൂടി അതിന് വേണ്ടേ? ഇതെൻ്റെ ഒരു ചോദ്യമാണ്. എൻ്റെ അഭിപ്രായമാണെങ്കിൽ വേണമെന്നാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ വേറൊരു വീട് കാണിച്ചിട്ട് നമ്മുടെ നാട്ടിൽ കൂടുതലും കണ്ടുവരുന്ന ഒരു വീട് നിർമ്മാണമാണ് ഇതുപോലെ ചെങ്കല്ലുകൾ ഉപയോഗിച്ച്. നിങ്ങൾ ഈ വീടൊന്ന് സൂക്ഷിച്ചു നോക്കിക്കോളൂ. 2 നിലയുള്ള വലിയൊരു വീടാണ് കേട്ടോ ഇത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് 2 കോൺക്രീറ്റ് പില്ലറുകൾ കാണാം. 2 നോട്ടം നോക്കിയാലും അത്രയേ കാണുള്ളൂ. ഈ മിഡിൽ കാണുന്ന ഈ ഒരു പില്ലർ ഉണ്ടല്ലോ, 2.5 ചെങ്കല്ലിലാണ് ആ പില്ലർ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോർ ഫ്രെയിമോ വെന്റിലേഷനോ ഇൻസ്റ്റാളേഷനോ ചെയ്തിട്ടില്ല. ഇനി ഭാവിയിൽ അത് ഇൻസ്റ്റാളേഷൻ ചെയ്താൽ തന്നെ ഈ വീടിൻ്റെ ഭാരം അത് സപ്പോർട്ടിംഗ് ആയി കൊടുക്കുന്നുണ്ടോ? ഇതിന് നിങ്ങൾ തരാൻ പോകുന്ന ഉത്തരം എനിക്കറിയാം. അതല്ലേടെ പൊട്ട അവിടെ ലിൻഡൽ കൊടുത്തിരിക്കുന്നത് എന്നല്ലേ? എന്നാൽ ഇനി നിങ്ങൾ കണ്ടോ, ഓരോ ആൾക്കാരും അതിൻ്റെ മുകളിൽ വന്ന് ചെയ്യുന്ന അതിക്രമങ്ങൾ. നിങ്ങളുടെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ വരുന്ന അടുത്തൊരു പണിയാണിത്, ഇലക്ട്രിക്കൽ വർക്ക്. ഇവരും എൻ്റെ രീതിയിലുള്ള വീട് നിർമ്മാണത്തിന് നന്നായിട്ട് എതിർക്കാറുണ്ട് കേട്ടോ. ഇവരെന്നെ എന്തിനാണ് എതിർക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? അവരുടെ സങ്കടം കോൺക്രീറ്റ് ഭിത്തിയിൽ ആര് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമെന്നുള്ളതാണ്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതുപോലെ കുത്തിപ്പൊളിച്ച് ഭിത്തി നശിപ്പിക്കാൻ പറ്റില്ല. അതാണ് അവരുടെ മെയിൻ പ്രോബ്ലം. ഈ വീഡിയോയിൽ ഇപ്പോൾ ഇയാൾ പറയുന്ന കാര്യം എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഞാൻ എന്താണെന്നുള്ളത് ഒരു ഏകദേശം ഒരു ഐഡിയ പറഞ്ഞു തരാം. വീഡിയോ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് ഒരു ഡബിൾ ഹൈറ്റുള്ള വീടാണ്. ആ വീട്ടിൽ മെയിൻ ഹാളാണെന്ന് തോന്നുന്നു. അതിലൊരു AC പോയിന്റ് ആണ് ആൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. ഞാൻ AC പോയിന്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ AC പോയിന്റിൻ്റെ ഇലക്ട്രിക്കൽ പൈപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇലക്ട്രിക്കൽ പൈപ്പല്ല, AC പോയിന്റിൻ്റെ ഡ്രെയിനേജ് വാട്ടറും അതുപോലെ തന്നെ ACൻ്റെ കോപ്പർ പൈപ്പും വരാനുള്ള പൈപ്പുകളാണ് ആൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ ആൾ പറയുന്നത് 2.5 ഇഞ്ചുള്ള ഒരു PVC പൈപ്പും അതുപോലെ തന്നെ 1 ഇഞ്ചുള്ള ഒരു PVC പൈപ്പും ACയുടെ ആവശ്യത്തിനായിട്ട് ചുമരിൻ്റെ ഉള്ളിൽ ഇൻബിൽറ്റ് ചെയ്യുന്ന കാര്യമാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു പില്ലർ ഇല്ലാത്ത വീടാണ്, അത് നിങ്ങൾ മനസ്സിൽ വെക്കണേ. 8 ഇഞ്ച് കനമുള്ള വെട്ടുകല്ലിൻ്റെ വീടാണ് ഇത്. 2.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ് അവിടെ ഫ്ലഷ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ മിനിമം 3 ഇഞ്ചേലും ആൾ ആ ഭിത്തി കട്ട് ചെയ്യണം. 8 ഇഞ്ചിൻ്റെ കല്ലിൽ 3 ഇഞ്ച് കട്ട് ചെയ്തെടുത്താൽ ബാക്കി എത്രയുണ്ട്? ബാക്കിയുള്ളത് വെറും 5 ഇഞ്ച് തിക്നെസ്. അതും നോർമൽ രീതിയിൽ സ്മൂത്തായിട്ടൊന്നല്ല കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് കൺസ്ട്രക്ഷൻ രീതിയിൽ അറിയുന്ന എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും അറിയാം.
ഹിൽട്ടി ഉപയോഗിച്ചിട്ടായിരിക്കും ഇത്രയും ഗ്യാപ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ബാക്കിയുള്ള 5 ഇഞ്ച് കല്ലിന് പഴയ ബലമുണ്ടായിരിക്കുമോ? എൻ്റെ ചോദ്യമാണിത്. ഇത്രയും വലിയ പില്ലറില്ലാത്ത വീടുകൾക്ക് ഇതുപോലെ കട്ട് ചെയ്യാൻ ഏത് സ്ട്രക്ചറൽ എഞ്ചിനീയർ അപ്രൂവൽ കൊടുക്കും? നിങ്ങളൊന്ന് പറ. അതും എൻ്റെ ഒരു ചോദ്യമാണ്. ഇങ്ങനെ ലിൻഡലിൻ്റെ മുകളിൽ ഹൊറിസോണ്ടലായിട്ട് ഇത്രയും ലെങ്ത്തിൽ ഇത്രയും ആഴത്തിൽ ചുമര് കട്ട് ചെയ്താൽ ആ വീടിന് ബലമുണ്ടാകുമോ? നിങ്ങളൊന്ന് തന്നെ പറ. നേരത്തെ ഞാൻ കാണിച്ചു തന്ന ഒരാൾ മാത്രമല്ല കേട്ടോ, ഈ ഒരു രീതിയിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. ആ ഒരുപാട് വീഡിയോകൾ ഒരുപാട് കമൻറ്റുകളും വന്ന് കിടക്കുന്നുണ്ട്. അതിലെല്ലാം ഞാൻ പോയി നോക്കിയപ്പോൾ ഒരാൾ പോലും ഞാൻ ഈ ഒരു ചോദിച്ച ചോദ്യമല്ല, അതിന് അടുത്ത ഓപ്ഷനുകളാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് മാത്രം എന്താ ഈ ഒരു ചിന്ത പോയി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ പണി. ഒരു വീടാണെങ്കിലും ഒരു ബിൽഡിംഗ് ആണെങ്കിലും അതിൻ്റെ വർക്ക് നടക്കുന്നത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണെങ്കിൽ ഒരിക്കലും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യാൻ ആൾ പെർമിഷൻ നൽകുന്നതല്ല. ഞാൻ ചെങ്കല്ലിലോ സോളിഡ് ബ്രിക്സിലോ വീട് നിർമ്മിക്കുന്നതിനെയല്ല കുറ്റം പറയുന്നത്. പക്ഷേ ഈ രീതിയിൽ വലിയ വീടുകൾ പണിയുന്നത് ശരിയാണോ? അതിനാണ് നിങ്ങൾ എനിക്ക് ഉത്തരം തരേണ്ടത്. ഇതുപോലെ ഭിത്തികൾ തലങ്ങും വിലങ്ങും വന്ന് വെട്ടിപ്പൊളിച്ച് വീടിൻ്റെ ബലം കുറയ്ക്കുന്ന ഇവർ എന്നെ തെറി വിളിക്കുമ്പോൾ ഞാൻ പിന്നെ തിരിച്ചു പറയണ്ടേ? ഞാൻ പഠിച്ച സ്കൂളിൽ പില്ലർ കട്ടിങ് പോയിട്ട് പില്ലറിലൊരു മര്യാദയ്ക്കൊരു ഹോൾ ഇടാൻ പോലും സ്ട്രക്ചറൽ എഞ്ചിനീയർമാർ സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പഠിച്ച സ്കൂൾ ഏതാണെന്ന്. ഞാൻ പഠിച്ച സ്കൂള് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായ ബുർജ് ഖലീഫയാണ്. 2005 മുതൽ 2010 ഇനോഗ്രേഷൻ വരെ ഞാൻ ആ കോളേജിലാണ് ഞാൻ പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത്. ശരിക്കൊരു എഞ്ചിനീയറും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ തിയറി പഠിച്ചതിന് ശേഷമാണ് അവരെല്ലാവരും പ്രാക്ടിക്കലായിട്ട് പിന്നെ പഠിക്കാൻ ശ്രമിക്കുക. പക്ഷെ ഞാൻ പഠിച്ച കോളേജ് അതായതുകൊണ്ട് എനിക്ക് ആദ്യമേ പ്രാക്ടിക്കലാണ് കിട്ടിയത്. അപ്പോൾ ഇനി നിങ്ങൾ പറ, ഞാൻ പഠിച്ച പഠിപ്പിൻ്റെ മോശമാണോ അതോ ഞാൻ കോൺക്രീറ്റിൽ നിർമ്മിക്കുന്ന വീടിൻ്റെ രീതികളാണോ മോശം? പിന്നെ ചിലപ്പോൾ ഇവരെന്നെ തെറി വിളിക്കുന്നതിന് കാരണം ഇവിടുത്തെ കോളേജുകളിൽ പഠിപ്പിക്കുന്ന പോലെ ഒരേ ഭാഷ സംസാരിക്കുന്ന അധ്യാപകരായിരുന്നില്ല കേട്ടോ എനിക്കുണ്ടായിരുന്നത്. പല രാജ്യങ്ങളിലിരുന്ന അധ്യാപകരായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ ഒരു പഠിപ്പ് മോശം ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പിന്നെ ഞാൻ പഠിച്ചത് ഒരു വീടിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെയാണ്. അപ്പോൾ സ്ട്രക്ചറൽ സ്ട്രെങ്ത്തിൻ്റെ ഒരു കോംപ്രമൈസും ഞാൻ ചെയ്യണ കൺസ്ട്രക്ഷൻ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു രീതിയിൽ ഒരു അപകടം വരാണ്ടിരിക്കാൻ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് വീടുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള അവസാനത്തെ ചോദ്യം, നിങ്ങൾ പണിതുകൊണ്ടിരിക്കുന്ന വലിയ വീടുകളും അതുപോലെ തന്നെ പണി കഴിഞ്ഞ വലിയ വീടുകളും നിങ്ങളുടെ സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ അറിവോടെ കൂടിയാണോ ഇങ്ങനത്തെ വർക്കുകളെല്ലാം അവിടെ ചെയ്തിരിക്കുന്നത്? അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങളും ഇതുപോലെ ദുഃഖിക്കേണ്ടി വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ വീടുകളും ഇതുപോലെ പൊളിയാത്തതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാ ആളുകളും പൊട്ടന്മാരല്ല. എന്നെപ്പോലത്തെ കുറച്ച് പൊട്ടന്മാരും ഇവിടെ ഉണ്ട്. ഇതിൽ ശരിക്കും പൊട്ടനാരാന്ന് ഒന്നുകൂടി പറഞ്ഞു തരണേ. ഞാനാണോ അതോ